സുപ്രഭാതത്തിൽ മക്കൾക്കോടിന് നോട്ടീസ് വരികയാണ്. അവർക്കെല്ലാവർക്കും ഈ ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുട്ടിലെഴിയേണ്ടി വരും. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണ്. കാലാകാലമായി കോൺഗ്രസിൽ മാത്രം വോട്ട് ചെയ്തിരുന്ന മുന്നമ്പത്തെ ആളുകൾ അവർ പള്ളി അങ്കണത്തിലാണ് സമരം ചെയ്യുന്നത്, നടു റോട്ടിലല്ല. നമസ്കാരം. വഖഫ് ഭേദഗതി നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെയും അതുപോലെ തന്നെ കേരളത്തിലെ UDF-ന്റെയും MP-മാർ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിക്കൊണ്ട് ഉള്ള നിലപാട് സ്വീകരിക്കുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് BJP സംസ്ഥാന വ്യാപകമായി സംസ്ഥാനത്തെ 19 MP-മാരുടെ വസതിയിലേക്ക് ഇന്ന് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. കോഴിക്കോട് MP ആയിട്ടുള്ള MK രാഘവന്റെ ഔദ്യോഗിക വസതിയിലേക്ക് BJP ജില്ലാ കമ്മിറ്റി, കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ. നിങ്ങൾക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു വകുപ്പുമില്ലാത്ത ഒരു ഭേദഗതിയെ എന്തിനാണ് ഇങ്ങനെ കണ്ണടച്ചടക്കുന്നത്? ഇതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ BJP ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ മുനമ്പത്ത് 612 കുടുംബാംഗങ്ങളുടെ മുന്നിൽ പോയി MK രാഘവൻ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ MP-മാരും പ്രതിപക്ഷ നേതാവും പ്രദേശ് കോൺഗ്രസിന്റെ അധ്യക്ഷനെല്ലാം പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നാണ്. പോയിട്ട് അടിയറ പറയേണ്ടി വരും. കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുട്ടിലെഴിയേണ്ടി വരും. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് നിങ്ങളുടെ MP-മാരുടെ യഥാർത്ഥ സ്വരൂപം ഇന്ന് കേരളം ദർശിച്ചിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ആട്ടിൻതോലണിയിച്ച ചെന്നായ്ക്കളാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന്റെ പൊതുവികാരത്തിനെതിരായിട്ടുള്ള നിലപാട് എക്കാലത്തും ന്യൂനപക്ഷ പ്രിയന വോട്ടിന് വേണ്ടി മതമൗലികവാദികൾക്ക് വേണ്ടി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാടുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ എണ്ണപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് കേരളത്തിലെ ക്രിസ്തീയ നേതാക്കന്മാരുടെ എല്ലാം ഭാഗമായിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് മുന്നിൽ MK രാഘവൻ ഉൾപ്പെടെ കേരളത്തിലെ ഈ ബില്ലിനെ എതിർക്കുന്ന 19 MP-മാരും ഒളിച്ചുപോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ക്ഷണിച്ചുകൊള്ളുന്നു. ആ സമൂഹത്തെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും MP-മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഭൂമി നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കിട്ടാനുള്ള സന്ദർഭമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മുനമ്പത്ത് മാസങ്ങളായി സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളാണ് സമരക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവിടെ ഭൂമി നഷ്ടപ്പെടുകയാണ്. അവരെല്ലാവരും പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. പണം കൊടുത്ത് ഭൂമി വാങ്ങി സ്വന്തം പേർ രജിസ്റ്റർ ചെയ്ത് അവിടെ വീടുണ്ടാക്കി എത്രയോ വർഷമായി അവർ താമസിക്കുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ മക്കൾക്കോടിന് നോട്ടീസ് വരികയാണ്. അവർക്കെല്ലാവർക്കും ഈ ഭൂമി ഞങ്ങളുടെ ഭൂമിയാണ്. അവരെങ്ങോട്ട് പോകും? അവരെങ്ങോട്ട് ചോദ്യം വന്നപ്പോഴാണല്ലോ കാലാകാലമായി കോൺഗ്രസിൽ മാത്രം വോട്ട് ചെയ്തിരുന്ന മുന്നമ്പത്തെ ആളുകൾ അവർ പള്ളി അങ്കണത്തിലാണ് സമരം ചെയ്യുന്നത്, നടു റോട്ടിലല്ല. ക്രിസ്ത്യൻ സമൂഹമാണ്. ആ ക്രിസ്ത്യൻ സമൂഹം സമരം ചെയ്യാൻ പോലും അവർക്കൊരു ഭൂമിയില്ല. എത്രയോ വാർത്തകൾ പുറത്തു വന്നു. ഈ കോഴിക്കോട് സിറ്റിയിൽ കാരപ്പുറമിൽ ഒരു അംഗനവാടി പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ ഭൂമി വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി പിടിച്ചെടുക്കാൻ നീക്കം നടക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ അറ്റം മുതൽ മറ്റിയേറ്റം വരെ സ്വകാര്യ ഭൂമികൾ, പൊതുഭൂമികൾ, കോർപ്പറേഷൻ ഭൂമികൾ, സർക്കാരിന്റെ ഭൂമികൾ ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കൈയടക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതൊരു വലിയ സാമൂഹിക പ്രശ്നമല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം മുസ്ലിം സമൂഹം പ്രതിഷേധം ഉയർത്തുന്നത്? കേരളത്തിൽ പലയിടങ്ങളിലായി വഖഫ് അവകാശപ്പെട്ട ഭൂമി, വഖഫ് സ്വന്തമാണ് എന്ന് പറഞ്ഞ ഭൂമി, അവർ പിടിച്ചെടുത്ത ഭൂമി, ആ ഭൂമിയെല്ലാം കേരളത്തിലെ ചില സ്വകാര്യ ആളുകളുടെ കൈവശമാണ്. വഖഫ് ബോർഡ് മെമ്പർമാരായിട്ടുള്ള ചില സ്വകാര്യ ആളുകൾ സ്വകാര്യ ഭൂമി പോലെ അത് ഉപയോഗിക്കുകയാണ്, വിനിയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഈ പ്രശ്നമുള്ളത്. ഭാരത മണ്ണിനെ ഒറ്റുകൊടുത്ത നെഹ്റു ഇന്ദിര രാജീവിനി കോൺഗ്രസ്